ദില്ലി വിമാനത്താവളത്തിൽ കെ.സി. വേണുഗോപാലിന്റെ സ്വീകരണം. ചെണ്ടമേളവും ബൊക്കെയുമൊക്കെയായി പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. നോബൽ, വൻ സ്വീകരണമാണല്ലോ. കെ.സി. വേണുഗോപാലിനെ സ്വീകരിക്കാൻ വേണ്ടി ദില്ലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ ദില്ലി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയാണ്. കാണാൻ കഴിയും പൂക്കളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രായമായവരൊക്കെ ഉണ്ട്. ഒരാളും വലിയ സ്വീകരണം. കേരളത്തിൽ നേടിയ വലിയ വിജയത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് നേതാക്കൾ ഇവിടെ കെ.സി. വേണുഗോപാലിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത്. കാണാൻ കഴിയും നാസിക് ടോൾ, അതോടൊപ്പം തന്നെ കോടികളൊക്കെയായി ഒരുപാട് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടിയൊക്കെ തന്നെ ദില്ലി വിമാനത്താവളത്തിൽ കെ.സി. വേണുഗോപാലിനെ സ്വീകരിക്കുകയാണ്. നേതാക്കൾ പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. കെ.സിയെ സ്വീകരിക്കുവാനുമായി പ്രവർത്തകരുടെ ഒരു വൻ കൂട്ടത്തെ നമുക്കവിടെ കാണാം. ചെണ്ടമേളവും ബൊക്കെയും ഒക്കെയായി പ്രവർത്തകരെല്ലാം അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പ്രായമായവർ മുതൽ അവിടെ എത്തിയിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വൻ സ്വീകരണമാണ് ഒരുക്കുന്നത്. റെക്കോർഡ് വിജയം നേടിയതിന് ശേഷമാണ് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ദില്ലിയിലേക്ക് എത്താൻ പോകുന്നത്. നോബൽ, തുടരാം. കോൺഗ്രസിന്റെ കൊടിയും ഒക്കെയായി പ്രവർത്തകരുണ്ട്. അപ്പുറം നാസിക് ടോൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. കെ.സി. വേണുഗോപാൽ അല്പസമയത്തിനകം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഏറ്റവും സജീവമായി നിൽക്കുന്ന സമയത്താണ് കെ.സി. വേണുഗോപാൽ ദില്ലിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ വിളിച്ച നിർണായക യോഗമുണ്ട് വൈകിട്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുമ്പോൾ വലിയ ആവേശത്തോടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ കെ.സി. വേണുഗോപാലിനെ ഇവിടെ സ്വീകരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിലടക്കം കെ.സി. വേണുഗോപാലിന്റെ പേര് സജീവമായി നിൽക്കുമ്പോഴാണ് ഈ സ്വീകരണം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ എത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാലിന് വലിയ സ്വീകരണം ഇവിടെ ഒരുക്കാൻ പോകുന്നു. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ നേടിയ വിജയത്തിൽ കെ.സി. വേണുഗോപാലിന് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്വീകരണം ഒരുക്കുന്നത് എന്നാണ് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കെ.സി. വേണുഗോപാൽ എന്താണെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് പ്രധാനപ്പെട്ടതാണ്. കാരണം കേരളത്തിലെ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ തരത്തിൽ ഉയർത്തിക്കാണിയ സാഹചര്യമുണ്ട്. പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അനുയായികളും ഒക്കെ അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഉള്ളത്. ദില്ലിയിലും കോൺഗ്രസ് നേതാക്കൾ വലിയ ആവേശത്തിലാണ്. കാരണം കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന വിജയം വലിയ ആവേശം അവർക്ക് നൽകുന്നുണ്ട്. ദില്ലിയിൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണം ഒരുക്കാൻ കെ.സിക്ക് ഒരുക്കാൻ തയ്യാറാവുകയും നേതാക്കളും പ്രവർത്തകർക്ക് ഇങ്ങോട്ട് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും കെ.സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിന്റെ സ്വീകരണത്തിനാണ് ദില്ലി ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു സ്വീകരണം ഒരു കോൺഗ്രസ് നേതാവിനും ദില്ലിയിൽ നൽകുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പാണെങ്കിൽ പക്ഷേ ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ, തെലങ്കാനയിൽ മുഖ്യമന്ത്രി ഉണ്ടായപ്പോഴായിരിക്കും ഇതുപോലൊരു വലിയ സ്വീകരണം നമ്മൾ ദില്ലിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നേതാക്കൾക്ക് നൽകുന്ന സാഹചര്യം മാത്രം കണ്ടിട്ടുള്ളൂ. ഇതാണെങ്കിലും ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അത്തരത്തിൽ വലിയ സ്വീകരണം ഒരുക്കാൻ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ഇതാണെങ്കിലും കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട്. കെ.സിയുടെ പേര് സജീവമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു സ്വീകരണം നൽകാൻ വേണ്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്പസമയത്തിനകം കെ.സി. വേണുഗോപാൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. നോബൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയിൽ സജീവമായി കെ.സിയുടെ പേര് ഉയർന്ന് കേൾക്കുന്ന ഈ സമയത്ത് ദില്ലിയിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വൻ സ്വീകാര്യത കെ.സിക്ക് ലഭിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ദില്ലിയിലെ പ്രവർത്തകർക്കും അനുയായികൾക്കും ഇടയിലും കെ.സിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വിളിച്ചോതുന്നതാണ് ഈ ദൃശ്യങ്ങളും ഈ കാഴ്ചകളും എല്ലാം. ഇതെല്ലാം കെ.സിക്ക് അനുകൂലമായി വരാം ഈ ചർച്ചയിൽ എന്നുകൂടി പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും കെ.സി. വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചു. ശരി, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. നോബലിലേക്ക് നമുക്ക് വരാം. അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്തേക്ക് കെ.സി. വേണുഗോപാൽ എത്തും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം നമുക്ക് തേടേണ്ടതുണ്ട്. ഏതായാലും വൻ സ്വീകരണമാണ് കെ.സി. വേണുഗോപാലിനായി ദില്ലി വിമാനത്താവളത്തിൽ ദില്ലിയിലെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്.